ഹായ് ഹലോ, എൻ്റെ പേര് റിൻസി. ഞാൻ UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ NHSൽ 2 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നഴ്സിംഗ് പാസ്സായ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, എൻ്റെ ജെനുവിൻ എക്സ്പീരിയൻസ്, എൻ്റെ ജെനുവിൻ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെ നേഴ്സായി, ഞാൻ എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാതെ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 12th പാസ് ഔട്ട് ആയത് 2017ലാണ്. 2017 to 2022 ആയിരുന്നു എൻ്റെ നഴ്സിംഗ് പീരീഡ് എന്ന് പറയുന്നത്. 2021 ആയിരുന്നു, പക്ഷെ കോവിഡ് കാരണം 1 ഇയർ ഡിലേ ആയി. അങ്ങനെ 2022ലാണ് ഞാൻ നഴ്സിംഗ് പാസ് ഔട്ടായി ഗ്രാജുവേറ്റഡ് ആയത്. നഴ്സിംഗ് ജേർണിയെ പറ്റി പറയാനാണെങ്കിൽ വളരെ കഷ്ടപ്പാടായിരുന്നു. ഫസ്റ്റ് 2 ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടായിരുന്നു. 12th കഴിഞ്ഞത് മുതൽ പറയുകയാണെങ്കിൽ ഞാൻ 12th പാസ് ഔട്ടായി എന്തിനു പോകണം എന്ന് കൺഫ്യൂസ്ഡ് ആയി. എൻജിനീയറിംഗ്, നഴ്സിംഗ്, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരവും അല്ലാതെയും പിന്നെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരവും ഒക്കെ കൂടി ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തു. അങ്ങനെ ആ ഒരു ടൈമിൽ LBS ഉണ്ടായിരുന്നില്ല. ആ ഒരു വർഷം LBS അല്ലായിരുന്നു, പകരം കീമിൻ്റെ അണ്ടറിലായിരുന്നു നമ്മൾ നഴ്സിംഗിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ കീം എക്സാം എഴുതി, നീറ്റ് എക്സാം എഴുതി. അതോടൊപ്പം തന്നെ പ്രൈവറ്റിൻ്റെ ഒരു ഏജൻസി അല്ല, പ്രൈവറ്റിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ഏജൻസി ഉണ്ടായിരുന്നു, PNC MAK എന്ന് പറയും. സോ അതിലും രജിസ്റ്റർ ചെയ്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു, അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരുന്ന കോളേജിൽ തന്നെ കിട്ടി. ഞാൻ 4 ഇയേഴ്സ് നഴ്സിംഗ് പഠിച്ചത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ്, കോഴിക്കോട്. സോ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നമ്മൾ പോയി അഡ്മിഷൻ എടുത്തു. പിന്നീട് ഒരു 2 months കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിഷ്യൽ ഇയർ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടായിരുന്നു. നഴ്സിംഗ് എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ പഠിക്കാനാണെങ്കിലും ഒരുപാടുണ്ട്, ഒരുപാട് എക്സാംസ്, പ്രാക്ടിക്കൽ സെക്ഷൻസ്, പോരാത്തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഹാഫ് ഡേ ഡ്യൂട്ടി, ഹാഫ് ഡേ ക്ലാസ്, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ നഴ്സിംഗ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. സോ വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും അതിനോട് മെല്ലെ മെല്ലെ യൂസ്ഡ് ആവാനായിട്ട് തുടങ്ങി. 3rd ഇയർ 4th ഇയർ ആസ് യൂഷ്വൽ ക്ലാസ്, ഡ്യൂട്ടി, അങ്ങനെ അസൈൻമെൻറ്റ്സ്, എക്സാംസ്, അങ്ങനെ പോയി. നഴ്സിങ്ങിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും അതിനെപ്പറ്റി ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ അങ്ങനെ ഞാൻ 4 ഇയേഴ്സിന് ശേഷം, 4 അല്ല 5 ഇയേഴ്സിന് ശേഷം നേഴ്സായി. അരിയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ പാസ് ഔട്ടായി ദൈവകൃപയാൽ. അങ്ങനെ പാസ് ഔട്ട് ആയതിനു ശേഷം ഇനി എന്തിനു പോകും, ഇനി എന്ത് ചെയ്യും, OET എഴുതണോ അതോ എവിടെയെങ്കിലും എക്സ്പീരിയൻസിന് കയറണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനായി. ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് നിറഞ്ഞായിരിക്കും അല്ലേ. നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് മേഖലയിലേക്ക് തിരിയണം, എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ 4 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പൊതുവെ നാട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു. കാരണം നമ്മൾ 4 ഇയേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പകുതി വർക്ക് ചെയ്യുകയും കൂടെയാണ് ചെയ്യുന്നത്. സോ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പാസ് ഔട്ടായ ഉടനെ തന്നെ ഒരു 2 വീക്സ് വീട്ടിൽ റെസ്റ്റ് എടുത്തു. അതിനുശേഷം കോട്ടയത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ OETക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ OET പഠിച്ചു, OET പാസ്സായി, സക്സസ്ഫുള്ളി പാസ്സായി. അങ്ങനെ NMCയുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. UK നേഴ്സ് ആവാനുള്ള ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, ഒരു 5 to 6 months എന്തായാലും എടുക്കും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ജോലിക്ക് കയറണോ, എവിടെയെങ്കിലും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറണം, അങ്ങനെ ഡൗട്ടൊക്കെ ആയപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് മടുത്തു എന്നൊരു നിലയിലെത്തിയപ്പോഴേക്കും ഞാനൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എൻ്റെ വീടിനടുത്ത് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. സോ അവരെനിക്ക് ഓഫർ ചെയ്തൊരു സാലറി എന്ന് പറയുന്നത് ജസ്റ്റ് 5,000 rupees ആയിരുന്നു. ആ ഒരു 5,000 rupeesന് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു റുപ്പീസിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ടല്ല, നമ്മൾ പഠിച്ചൊരു കഷ്ടപ്പാടും നമ്മൾ ഇട്ട ഒരു എഫേർട്ടും, നേഴ്സ് ആവാൻ എടുത്തൊരു എഫേർട്ടും കണക്കിലാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത് ഒരു നോട്ട് ഇനഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എൻ്റെ ട്രാൻസ്പോർട്ടേഷന് പോലും ആ ഒരു സാലറി എനിക്ക് തികയില്ലായിരുന്നു.
സോ ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, സോ വാട്ട്സ് നെക്സ്റ്റ്. അങ്ങനെ ഞാൻ പഠിച്ചെടുത്ത് തന്നെ, ഞാൻ OET പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഞാൻ ജോലിക്ക് കയറി, OET ട്യൂട്ടറായിട്ട് ജോലി കയറി. അങ്ങനെ ഒരു 10 to 15 സ്റ്റുഡൻസിന് ഞാൻ ഓൺലൈൻ OET ക്ലാസ് എടുത്തു കൊടുത്തു. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ OET ക്ലാസ്സും എടുത്തു കൊടുത്തു. അതിനോടൊപ്പം തന്നെ ടൈം നമുക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാനും സാധിച്ചു. സോ അങ്ങനെ OET പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. OET പ്രോസസ്സിങ്ങിൻ്റെ വീഡിയോ അതൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തന്നെയാണ്, അത് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോസസ്സ് സ്റ്റെപ്പ് 1 to step 10 വരെയുള്ള ഫുൾ സ്റ്റെപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എൻ്റെ OET പ്രോസസ്സ്, OET തൊട്ട് തുടങ്ങി CBT, അങ്ങനെ വിസ, ടിക്കറ്റ് വരെയുള്ള ഒരു സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ എനിക്ക് വിസയും ടിക്കറ്റും ഒക്കെ കിട്ടി. 2023 ജൂണിൽ ഞാൻ UK യിലെത്തി. അവിടെയും കഴിയുന്നില്ല, പിന്നീട് ഇവിടെയും വന്നതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഒരു 45 days നമ്മൾ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി. അതിനുശേഷം നമ്മൾ ഉടനെ ജോലിക്ക് കയറല്ല, ഇവിടെ നമ്മൾക്ക് ഷാഡോ ആയിട്ട് ഒരു നേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് അതിനുശേഷം മാത്രമേ അവർ നമ്മൾക്ക് NMC പിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ലീഗലി വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ NMC പിന്നൊക്കെ ലഭിച്ചതിന് ശേഷം ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു പുതിയൊരു ജേണി ആയിരുന്നു ഇവിടുന്ന് നേഴ്സ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും ഇവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഏത് ട്രെയിനിങ് വേണമെങ്കിലും എപ്പോഴെങ്കിലും പോകാൻ സാധിക്കും. സോ അവർ നമുക്ക് ട്രെയിനിങ്ങും തരും, അതിനോടൊപ്പം തന്നെ നമുക്ക് ജോലി ചെയ്യാനും സാധിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 2 years കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഈ ജൂൺ ആകുമ്പോൾ 2 years കംപ്ലീറ്റ് ആകും. സോ UK നഴ്സിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. 12th ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, എന്തിനു പോകണം, നഴ്സിംഗിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കുമോ. സോ നഴ്സിംഗ് സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് സിലബസ്, നഴ്സിംഗ് ടോപ്പ് കോളേജസ് ഇൻ കേരള ആസ് വെൽ ആസ് ഇൻ ഇന്ത്യ ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. വരും ദിവസങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.